ഹലോ എവരി വൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, പവർ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് എന്ത്, നമ്മുടെ പവർ സിസ്റ്റം. ഓക്കെ, അതായത് പവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്ന ഒരു സിസ്റ്റമാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബേസിക് നീഡാണ് അല്ലേ. അത് ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് എന്താണ് ഒരു മിനിറ്റ് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ ടി വി, ഫാൻ, അതേപോലെ തന്നെ ലൈറ്റ്, ഇതൊക്കെ നമുക്ക് എന്താണ് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, അതിന് ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രിസിറ്റി എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു, കൺസ്യൂമറിന് എങ്ങനെ കറക്റ്റായിട്ട് എത്തുന്നു എന്നാണ് ഈ പവർ സിസ്റ്റത്തിൽ പറയുന്നത്. അതിന് കുറെ ടെക്നിക്കലായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മുടെ പവർ സിസ്റ്റം, നമ്മുടെ പവർ കൺസ്യൂമറിന് എത്തുന്നത്, ഇലക്ട്രിസിറ്റി കൺസ്യൂമറിന് എത്തുന്നത് 3 സ്റ്റേജ് വഴിയാണ്. ഒന്ന് ജനറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണ്ടേ. എന്തൊരു സാധനം നമുക്ക് ജനറേറ്റ് ചെയ്യാം, അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യും ജനറേഷൻ വഴി. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റിംഗ് സ്റ്റേഷൻസ്, അതായത് പലതരം ജനറേറ്റിംഗ് സ്റ്റേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, ആ ഉണ്ടാക്കിയ ഇലക്ട്രിസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കൺസ്യൂമറിന് എത്തണ്ടേ. ഓക്കെ, ഇപ്പം നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻ നമ്മുടെ ഇടുക്കിയിലാണ്. അപ്പോൾ ആ ഇടുക്കിയിൽ നിന്നുണ്ടാവുന്ന ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇവിടേക്ക് എന്ത് ചെയ്യണം, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണം. അത് അവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ എത്തില്ലല്ലോ. അപ്പോൾ അതിന് ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്മിഷൻ പറഞ്ഞ സ്റ്റേജസ് ഉണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്ത ഇതിനെ നമുക്ക് ഇപ്പോൾ അവിടെ നിന്നുണ്ടാക്കുന്ന ഒരു ഇലക്ട്രിസിറ്റീനെ നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ പല സ്ഥലത്തും എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അത് ഓരോ വീട്ടിലേക്ക് എന്ത് ചെയ്യണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ. ഓക്കെ, ഓരോ വീട്ടിലേക്ക് ആ ഇലക്ട്രിസിറ്റി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ടേ, എന്താ ഭാഗിച്ചു കൊടുക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് വേണം, ഡിസ്ട്രിബ്യൂഷൻ വേണം. ഓക്കെ, അപ്പൊ ഈ 3 സ്റ്റേജസ് ആണ് നമ്മുടെ പവർ സിസ്റ്റത്തിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേജസ് ആണ്. ഓക്കെ, ഈ 3 സ്റ്റേജസും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പവർ സിസ്റ്റം കംപ്ലീറ്റ് ആയി. കാരണം ഈ 3 സ്റ്റേജസും ഇത്രയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഡയഗ്രാം നോക്കാം. ഓക്കെ, അപ്പൊ പവർ പ്ലാന്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പവർ ജനറേറ്റ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ജനറേറ്റ് ചെയ്തത് എന്ത് ചെയ്യുന്നു, അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്തിനാ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് ഞാൻ പറയാം. അങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിന്റെ സഹായത്തോടുകൂടിയാണ്. നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റെപ്പ് അപ്പ് ചെയ്ത ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ട്രാൻസ്മിഷൻ ടവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ ഈ മലയുടെ മുകളിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നല്ല നീളത്തിൽ നല്ല ഹൈറ്റിലായിട്ട് കുറെ കാണാറില്ലേ. ഓക്കെ, അപ്പൊ ഇതിനാണ് ട്രാൻസ്മിഷൻ ടവർ എന്ന് പറയാം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വീണ്ടും അത് ഒന്നുകൂടി നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഇലക്ട്രിസിറ്റിനെ വൺസ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക മീൻസ് ഒന്നുമില്ല, വോൾട്ടേജിന് ഇൻക്രീസ് ചെയ്യുക, ഉണ്ടാക്കിയ വോൾട്ടേജിനായിട്ടും ഇൻക്രീസ് ചെയ്യുക വോൾട്ടേജ്, അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അതുവഴി നമ്മൾ ചെയ്തിട്ട് നമ്മൾ 2 പ്രാവശ്യം സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നത്, സപ്ലൈ എത്തുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വോൾട്ടേജ് കൂടുമ്പോൾ നമുക്ക് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻലി എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കറക്റ്റായിട്ട്, അതായത് ലോസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് എത്തണം. കാരണം ഈ ഒരു ജനറേറ്റർ സ്റ്റേഷൻ നമ്മളിപ്പോൾ ഇപ്പൊ എൻ്റെ വീട് പാലക്കാടാണ്. ഓക്കെ, അപ്പൊ ഈ ഇടുക്കിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഇവിടെ കറക്റ്റായി എത്തണ്ടേ, ലോസ് ഒന്നും ഇല്ലാതെ അവിടെ ഉണ്ടാക്കുന്ന വോൾട്ടേജ് കറക്റ്റായിട്ട് എനിക്ക്, അതായത് ലോസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഇവിടെ എത്തണ്ടേ. അപ്പൊ അത്രയും ദൂരത്ത് നിന്ന് എത്തുമ്പോൾ അവിടെ ലോസ് സംഭവിക്കാം. അപ്പൊ ഈ ലോസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ഫോമർ നമ്മുടെ വോൾട്ടേജ് ലെവലിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് അതിനുവേണ്ടിയാണ്. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ വോൾട്ടേജ് ഉണ്ടാക്കുന്ന എത്രയാണ്, 11 kV ആണ് എന്ത് ചെയ്യുന്നത്, 11 കിലോ വോൾട്ട് ആണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പവർ ജനറേറ്റ് ചെയ്യുന്നത് 11 kV ആണ്. ഓക്കെ, അപ്പൊ ആ 11 kV നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് യൂസിങ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ എന്താക്കുന്നുണ്ട്, 220 kV, അതേപോലെ തന്നെ 132 kV, 400 kV, 700 kV, അങ്ങനെ പലതരം വോൾട്ടേജ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം കൂടുന്നുണ്ട്. ഓക്കെ, കൂടിയിട്ട് എന്ത് സംഭവിക്കും, കറണ്ട് ആ സമയത്ത് കുറയും. അപ്പൊ കറണ്ട് കുറയുമ്പോൾ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും, കറണ്ട് കുറയുമ്പോൾ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും പറഞ്ഞേ, I²R ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I²R ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, I²R ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടക്ടർ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, ആ ഒരു ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ കുറയുന്ന സമയം കുറയ്ക്കുമ്പോൾ, കറണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ടറിന്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അറിയാം നമ്മുടെ കണ്ടക്ടറിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടിനെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഫോണിന്റെ ചാർജർ എടുക്കാം, അതിന്റെ കേബിൾ കണ്ടിട്ടുണ്ടാവും. ആ കേബിൾ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, അതിനൊരു ഇത് കുറവല്ലേ, സൈസ് കുറവാണ്. അതേപോലെ തന്നെ അല്ല നമ്മുടെ ഒരു ഫ്രിഡ്ജിന്റെയോ വാഷിംഗ് മെഷീന്റെ ഒക്കെ നിങ്ങൾ പവർ കോഡ് കേബിൾ നോക്കി നോക്കും, അപ്പൊ അതിന്റെ സൈസ് എന്താവും, വലുതാണ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ കുറച്ച് കറണ്ട് മതി, പക്ഷെ നമ്മുടെ ഒരു വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് 20 ആംപിയറോളം വേണം. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടറിന്റെ സൈസ് കൂടുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മനസ്സിലായി, നമ്മുടെ കറണ്ട് കൂടുന്തോറും എന്താണ്, കണ്ടക്ടറിന്റെ സൈസ് കൂടും. അപ്പൊ ഈ ഒരു ട്രാൻസ്മിഷൻ നമ്മൾ കണ്ടക്ടറിന്റെ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, അത്രയും, അതായത് ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഇടുക്കിയിൽ നിന്ന് പാലക്കാടേക്ക് എത്താൻ വേണ്ടി 400 കിലോമീറ്റർ 300 കിലോമീറ്റർ ഒക്കെ വേണം. അത്രയും ദൂരം നമുക്ക് ഹൈ കറണ്ടിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്കത് എക്കണോമിക്കൽ അല്ല. കാരണം അത്രയും സൈസ് കണ്ടക്ടർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോസ് വരുമല്ലോ. ലോസ് മാത്രമല്ല, നമുക്ക് അതിന്റെ ഒരു കോസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് നമുക്ക് കണ്ടക്ടറിന്റെ സൈസും കുറയ്ക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കൂട്ടാം. അപ്പോൾ ട്രാൻസ്മിഷൻ ലോസ് കുറയുന്നുണ്ട്, ട്രാൻസ്മിഷൻ എഫിഷ്യൻസി നമുക്ക് ഓൾറെഡി കൂടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വോൾട്ടേജ് നമ്മൾ കൂട്ടുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ്, അതിനോട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ കേസ് വരുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതായത് 11 kV ആണ് മെയിൻലി ഉണ്ടാക്കുന്നത്. ഓക്കെ, 11 kV ആണ് അധികം മെയിൻലി ഉണ്ടാക്കുന്നത്. ഇതൊരു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് 11 kV ആണ്, ബാക്കി നിങ്ങളൊന്നും നോക്കണ്ട. 11 kV ആണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഈ 13 ഇതൊന്നും നോക്കണ്ട, 11 kV ആണ് ഉണ്ടാക്കുന്നത് മെയിൻലി, മോസ്റ്റ്ലി കോമൺലി. അങ്ങനെ ഉണ്ടാക്കിയത് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വെച്ച്, പവർ ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അതായത് 132, 230, 400 കിലോ വോൾട്ട്, അത്രയും ഹൈ വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തുന്ന ഇതിനാണ് നമ്മൾ എന്ത് പറയാ, പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഓക്കെ, ഈ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സപ്ലൈനെ നമ്മൾ എന്ത് പറയാ, പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയാ. ഓക്കെ, എന്നിട്ട് ആ പ്രൈമറി ട്രാൻസ്മിഷൻ ലൈൻസ് നമ്മൾ ടവർ, ഞാൻ പറഞ്ഞു നല്ല ഹൈറ്റുള്ള ടവർ വഴി, പവർ ട്രാൻസ്മിഷൻ ടവർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നേരെ ഒരു സബ്സ്റ്റേഷനിലേക്കാണ് വരുന്നത്. ഓക്കെ, ഈ 400, 230, 132 ഇങ്ങനത്തെ ഹൈ വോൾട്ടേജ് നേരെ വന്നൊരു സബ്സ്റ്റേഷനിലാണ്. ആ സബ്സ്റ്റേഷൻ നമ്മൾ 110, അതൊക്കെ നമ്മൾ ആ സബ്സ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് എത്രയാണ്, 11 kV, അതേപോലെ തന്നെ 33 kV, അങ്ങനെ ആ റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഞാൻ സപ്പോസ് 110 എടുത്തു, 110 kV നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 33 kV ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ 11 kV ആക്കുന്നുണ്ട്. ഓക്കെ, ഈ സബ്സ്റ്റേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ സബ്സ്റ്റേഷൻസ് കാണാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ പോകുമ്പോൾ. ഓക്കെ, അത് നമ്മൾ ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് നമ്മൾ എന്ത് പറയാ, സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയാ. ഓക്കെ, ആ സെക്കൻഡറി ട്രാൻസ്മിഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സപ്പോസ് അതിന് 33 kV ആക്കി ഞാൻ, ആ 33 kV വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും ഒരു ലൈൻസ് വഴി പോകുന്നുണ്ട്. അതിന് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ആ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ പോസ്റ്റിലൊക്കെ കാണാൻ പറ്റും, നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ 33 നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, 11 kV ആക്കുന്നുണ്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച്. ആ 11 kV സബ്സ്റ്റേഷൻ, അവിടെ ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്, 11 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു, 11 kV 33 11 kV കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ 11 kV നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. അതായത് 11 kV നമ്മൾ 400 വോൾട്ടിലേക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, ആ 400 വോൾട്ടിലേക്ക് ആക്കുന്ന ആ ട്രാൻസ്ഫോമർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൗണ്ട് സൈഡിൽ 2 പോൾസിന്റെ
രണ്ട് പോൾസ് വെച്ചിട്ട് മൗണ്ട് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടാവില്ലേ? കുറെ അടിയിൽ കുറെ ഫ്യൂസ് യൂണിറ്റ്സ് ഒക്കെ ആയിട്ട്. ഓക്കെ, ആ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ആ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ 11 kV വോൾട്ടേജിനെ 400 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആ 400 വോൾട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 3 phase 4 wire സിസ്റ്റം വഴി നമ്മുടെ വീട്ടിലേക്ക്, അതായത് കൺസ്യൂമേഴ്സിന് എത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വീട്ടിലത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് എത്ര മതി? 230 വോൾട്ട്, 400 വോൾട്ട്, അങ്ങനെ കുറച്ച് വോൾട്ടേജ് മതി. നമുക്ക് 11 kV ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് വോൾട്ടേജ് മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റെപ്പ് അപ്പ് ചെയ്തതിനെ നമ്മൾ എന്ത് പറയുക, പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 33 kV അങ്ങനത്തെ റേഞ്ചിലേക്ക് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയുക. ആ സെക്കൻഡറി ട്രാൻസ്മിഷൻ വഴി നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 33 kVനെ ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ 33 kV ആക്കിയത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പറയുക. പിന്നെ ഈ 11 kV കൺവേർട്ട് ചെയ്ത് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും 400 വോൾട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. 3 phase 4 wire സിസ്റ്റം. ഓക്കെ, ഒരു ന്യൂട്രലൂടെ ഉണ്ടാവാൻ പറയാൻ ഡീറ്റെയിൽ ആയിട്ട്. ആ ഒരു സിസ്റ്റം, ആ ഒരു വോൾട്ടേജ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമറിന് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു സ്റ്റേജസ്. ഓക്കെ, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ഇതിന്റെ ഒരു വൺ ലൈൻ ഡയഗ്രാം. 11 kV ഉണ്ടാക്കുന്നുണ്ട്, അതിന് 11 kV 132 kV ആക്കി ചെയ്യുന്നുണ്ട്. അതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷൻ. പിന്നെ ആ പ്രൈമറി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 33 kV ആക്കുന്നുണ്ട്. ആ 33 11 kV ആക്കുന്നുണ്ട്. ആ 11 kV നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 400 വോൾട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ് ഇത്. ഇത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്, അതായത് ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്, ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, 11 kV to bar 33 kV. ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്, 33 ആക്കുന്നു. പിന്നെ 33 11 kV സ്റ്റെപ്പ് ഡൗൺ, പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 400 വോൾട്ടിലേക്ക് ആക്കുന്നുണ്ട്. എന്നിട്ട് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ഒരു ഡയഗ്രാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി? ഒന്നുമില്ല, നമ്മുടെ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അതായത് നമ്മുടെ നേച്ചറിൽ പല ഫോംസിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അത് നേച്ചർ പറയുമ്പോൾ എങ്ങനെയൊക്കെയാ വരാം, അതായത് നമുക്കറിയാം ഏതൊക്കെയാണ് നേച്ചറിൽ. സൺ, അതായത് നമ്മൾ സോളാർ അറിയാലോ, ഇപ്പൊ എല്ലാം വീടിന്റെ മുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ പ്ലാന്റ്, പവർ പ്ലാന്റ്, സോളാർ പാനൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ വിൻഡ് അറിയാലോ, വിൻഡ് മിൽസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ അധികം ഉണ്ടാക്കുന്നത് നമ്മുടെ എന്താണ്, ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ പ്ലാന്റ്. അതായത് വെള്ളം ഡാമിൽ നമ്മൾ കെട്ടി നിർത്തിയിട്ട് ആ ഒരു പൊട്ടൻഷ്യൽ എനർജീനെ കൈനറ്റിക് എനർജി ആക്കി അങ്ങനെ ടർബൈൻസ് വെച്ച് കറക്കിയിട്ടാണല്ലോ. അത് പറയാം, ഡീറ്റെയിൽ ആയിട്ട് ജനറേഷൻ സ്റ്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വാട്ടർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിന്. പിന്നെ ഫ്യൂവൽസ് പറയുമ്പോൾ കോള്, അതേപോലെ തന്നെ എന്താണ്, പലതരം ഫ്യൂവൽസ് ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കോള്, തെർമൽ പവർ പ്ലാന്റ്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ എന്താണ്, നമ്മുടെ ഭൂമിയിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ സോഴ്സസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 തരം എനർജി ഉണ്ട് നമ്മുടെ ഭൂമിയിൽ. ഒന്ന് കൺവെൻഷണൽ എനർജി, ഒന്ന് നോൺ കൺവെൻഷണൽ എനർജി. ഓക്കെ, അപ്പൊ ഈ കൺവെൻഷണൽ എനർജി പറഞ്ഞാൽ നമ്മളെ എന്താണ്, പണ്ട് തൊട്ടേ ഉള്ള ഒരു സോഴ്സ് ആണ്. അതായത് എന്താണ്, പണ്ട് മുതലേ അത് 2010 കുറെ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ വരുന്ന എനർജിയാണ്. അതായത് നമ്മുടെ പെട്രോള്, അതേപോലെ തന്നെ കോള്, അങ്ങനെ ക്രൂഡ് ഓയിൽ, അങ്ങനത്തരം സോഴ്സുകൾ ഉണ്ടല്ലോ. ആ സോഴ്സാണ് കൺവെൻഷണൽ എനർജി. അപ്പൊ അതെന്താണ്, പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ നമുക്ക് യൂസ്ഡ് ഫോർ ലോങ് ടൈം ആണ്. പിന്നെ ലിമിറ്റഡ് അവൈലബിലിറ്റി ആണ്. കാരണം അറിയാലോ, നമുക്ക് പെട്രോളിലൊക്കെ അതിന്റെ ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. കാരണം അത് പണ്ട് കുറെ വർഷങ്ങൾക്ക് മുന്നേ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് പിന്നെ വീണ്ടും ഉണ്ടാവണമെങ്കിൽ കുറെ വർഷം കഴിയും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ കൺവെൻഷണൽ എനർജിയിലേക്ക് നമ്മൾ മാറുകയാണ്. ഓക്കെ, അത് റിന്യൂവബിൾ ആണ്, നമുക്ക് വീണ്ടും റീയൂസബിൾ ആണ്. ഓക്കെ, ഇപ്പൊ കൺവെൻഷണൽ പറയുമ്പോൾ അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവണമെങ്കിൽ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവണമെങ്കിൽ കുറെ വർഷം കഴിയും. പക്ഷെ റിന്യൂവബിൾ ഇപ്പോൾ സണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വരും. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻസ് അതൊന്നും ഇല്ല, റീസെന്റ് ഉണ്ടാക്കി അടുത്ത് വന്നാണ്, പിന്നെ അബണ്ടന്റ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് 2 തരം എനർജികൾ. ഓക്കെ, കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ, അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ നമ്മുടെ വേൾഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ബൈ സോഴ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്
എന്ത് യൂസ് ചെയ്തിട്ടാണ്? നമ്മുടെ കോൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, 34% യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി, അതായത് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാക്കുന്ന തെർമൽ പവർ പ്ലാന്റ്, കൽക്കരി കത്തിച്ച് വെള്ളം ചൂടാക്കി ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ സ്റ്റീം ഉണ്ടാക്കി ആ സ്റ്റീം വഴിയാണ് നമ്മൾ ആ സ്റ്റീമിന്റെ കൈനറ്റിക് എനർജി കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നത് നാച്ചുറൽ ഗ്യാസ് ആണ്. പിന്നെ ഹൈഡ്രോ ഒക്കെ 14%, പിന്നെ വിൻഡ് 8% ആണ്, സോളാർ 7, പിന്നെ ബയോ ആൻഡ് വേസ്റ്റ് 3%, ന്യൂക്ലിയർ 10%, പിന്നെ ഓയിൽ ആൻഡ് അതറൊക്കെ 2% ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കോളിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ വർഷം കൂടുന്തോറും അത് ഈ ഇതിന്റെ കുറഞ്ഞു വരികയാണ്. കാരണം ഓക്കെ, അപ്പൊ നമുക്ക് ഈ കൺവെൻഷണൽ എനർജി സോഴ്സ് ഒക്കെ നമുക്ക് ഇനി അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സോളാർ, അതേപോലെ തന്നെ വിൻഡ്, നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗ്രീൻ എനർജിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, പൊല്യൂഷൻ കുറയ്ക്കാനും. അതേപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി ഗ്രീൻ എനർജിയാണ് ഒന്നുകൂടി നല്ലത്. ഓക്കെ, പക്ഷെ അത് അത്രയും ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. വരും തോറും നമുക്കത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി വരെയുള്ള ജനറേറ്റീവ് സ്റ്റേഷൻസ് ആണ്, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി, നമ്മുടെ നാച്ചുറൽ സോഴ്സ് വെച്ച് നമ്മൾ ആ എനർജിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? നമ്മുടെ നാച്ചുറൽ പലതരം എനർജി സോഴ്സ് ഉണ്ടാവുന്ന പറഞ്ഞില്ല, അതിന് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റേഷൻസിനാണ് നമ്മൾ എന്ത് പറയുക? ജനറേറ്റീവ് സ്റ്റേഷൻസ് എന്ന് പറയാം. നമ്മുടെ ഇന്ത്യയിൽ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സോഴ്സിനെ വെച്ച്, ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റീം പവർ സ്റ്റേഷൻ, ഡീസൽ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. അതായത് നമുക്ക് സോളാർ, വിൻഡ് ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ അതൊക്കെ ഒരു ബാക്കപ്പ് ആയിട്ട്, അതായത് ഇതിന് താങ്ങാൻ പറ്റാത്ത സമയത്ത്, അതായത് പീക്കൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബാക്കപ്പ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റേഷൻസ് ആണ് അതൊക്കെ. മെയിൻലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു പവർ സ്റ്റേഷൻസ് വെച്ചിട്ടാണ്. ഓക്കെ, കറന്റ്ലി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോന്റെ ലെങ്ത് കൂടും വെച്ചിട്ടാണ് ഈ വീഡിയോ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം? സ്റ്റീം പവർ സ്റ്റേഷൻസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കൽ ടേംസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ.